അപ്പൊ തുടങ്ങാം. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനുള്ള വിശ്വാസം നീ കണ്ട് മനസ്സിലാക്ക് വിമലേ. ഹൈ വേണ്ടളി, എനിക്ക് കാണണ്ട. കാണണം, കണ്ടു പഠിക്കണം. ഇതാരാണ് നിന്റേത്? എന്റെ ഭാര്യ. നീ കല്യാണം കഴിച്ചിട്ടുന്നല്ലേ എന്നോട് പറഞ്ഞേ? ഇനി പൈറ്റ് തുടങ്ങാം. ആ ഒരു ചിന്ത എനിക്ക് ജലദോഷമുള്ള അയ്യോ, ചീത്ത ഒന്നും വിളിക്കാതെ. എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. തടി കേടാവാതെ രക്ഷപ്പെട്ട എന്റെ അമ്മയുടെ ഭാഗ്യം. എല്ലാം കുളമാക്കിയോ? കുളമാക്കിയതല്ല, ആയിപ്പോയി. നീ കല്യാണം കഴിച്ചിട്ടുന്നല്ലേ എന്നോട് പറഞ്ഞേ? രണ്ട് പിള്ളേരില്ലോടോ, കൊച്ചു പിള്ളേരില്ലേ കണ്ടോണോ? അത് കലക്കി. അപ്പൊ യുദ്ധം തുടങ്ങാൻ പോവാ? അതെ, യുദ്ധം തുടങ്ങാൻ പോവാ. ഞാൻ പോകാം. ഈ കേസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തുമ്പി കല്ലെടുക്കുന്നത് പോലെ നിസ്സാരമാണ്. എനിക്ക് കേൾക്കും വേണ്ട, ഒന്നും വേണ്ട. പിള്ളേരില്ലോടോ, ആ ഒരു ചിന്ത. കിട്ടിയില്ല അല്ലേ? പക്ഷെ അവസാന നിമിഷം കൈവിട്ടു പോയി. ഒന്ന് മാറിയേ. എന്താ ഒരു ശബ്ദം കേട്ടത്? ഒന്നുമില്ല, ശബ്ദം കേൾക്കും. വെറുതെ ഒരു അടി കിട്ടിയതാ. ശരണമയ്യപ്പ. കാണിച്ചാൽ അതിലും വലിയ കയറ്റയാ, പറഞ്ഞില്ലെന്ന് വേണ്ട. ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും. രണ്ടല്ല, ഇനി ഇവിടെ എന്നാ കൂടുതൽ കിട്ടും. ബ്രദേഴ്സ്, അറ്റ്മോസ്ഫിയർ ശരിയല്ല. ഇതിലും തെങ്ങുമേറി കൈവിട്ട് പനാമറടിച്ച് തീവണ്ടിക്ക് തലവെക്കണോ? കർത്താവേ, അവന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. അത് മതി, ബാക്കി ഞാൻ അവിടെ ചെന്ന് തരാം. എന്തോ ചീൽ തൂണ്. അയ്യോ, അപ്പൊ വന്താൻ തലവരവ. അയ്യോ, ചീത്ത ഒന്നും വിളിക്കാതെ. നല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചൂടെ നിനക്ക്? ഞാൻ അല്പം മോശം ഭാഷ സംസാരിച്ചു, നിനക്ക് കേൾക്കാൻ സൗകര്യമില്ല എന്നാ കേട്ടോ. ഉമ്മച്ച, ഞാനൊന്ന് പറഞ്ഞോട്ടെ? ഇല്ല. ഓ ഇല്ലെന്ന്. ആദ്യം അടി പിന്നെ ഡയലോഗ്, അതല്ലാണ് നമ്മുടെ സിസ്റ്റം. അതെ അതെ. ഉമ്മച്ച കേക്ക്. എല്ലാം കൃത്യമായിട്ട് മർമ്മത്ത് തന്നെ കൊണ്ട്, പിന്നെ ഞാൻ ശരീരം കൊണ്ടെല്ലാം തടുത്തത് കാരണം ഒന്നും പാഴായില്ല. ആദ്യത്തെ അടി കാരണത്തായിരുന്നേ. എങ്ങനെ വൈൻഡപ്പ് ചെയ്ത് കൊണ്ടുവരും? പറയാം, നമുക്ക് രണ്ടും കൂടെ പോവാം. അങ്ങനെ ഒന്നും കളിയാക്കണ്ട കുട്ടാ, ഞങ്ങൾക്കും വരും ഒരു കാലം. ആ വന്ന കാല ഗോപാലത്, പക്ഷെ കഷ്ടകാലായി പോയിന്ന് മാത്രം. അത് പിന്നെ ഏത് പണിയായാലും അതിന്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ? എന്റെ ഐഡിയ ആയി പോയി. നിന്റെ ഐഡിയ